ഇപ്പോൾ ബജറ്റിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേരളം. വലിയ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ, അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിൽ. അത് മാത്രമല്ല, ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം അത് ഇനി പൈസ കൊടുക്കാതെ എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ചരിത്രപരമായ വിപ്ലവകരമായ ഒരു തീരുമാനം. അങ്ങനെ കുറേയധികം ജനങ്ങളെ ബാധിക്കുന്ന പ്രഖ്യാപനങ്ങൾ. അത് മാത്രമല്ല, ചില രാഷ്ട്രീയ പരാമർശങ്ങളും ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ളതിന് മതമല്ല, വിശക്കുന്നവന്റെ എരിയുന്ന വയറാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ കുറേയധികം രാഷ്ട്രീയമായും ഉള്ള പരാമർശങ്ങളൊക്കെ ആ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്ത് നമ്മൾ കേട്ട ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ബജറ്റിനെ വിശേഷിപ്പിക്കേണ്ടത്? ഒരു വോട്ട് ബജറ്റ് എന്ന് പറയണോ, അതോ സർവ്വതലസ്പർശിയായ ഒരു ബജറ്റ്? എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മാർഷൽ, ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നമ്മൾ ചുവട് വെക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇവിടെ അതിലപ്പുറം ചില നല്ല തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന, അവർക്ക് ആവശ്യമായ തീരുമാനങ്ങൾ. ഒരു റോഡ് അപകടം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 5 ദിവസം ചിലവ് അത് സൗജന്യമായിരിക്കും. അതൊക്കെ വളരെ നല്ല തീരുമാനമെന്ന് പറയുമ്പോൾ എനിക്കും മാർഷലിനും ഒരുപക്ഷെ ബാധകമാകുന്ന, ആശ്വാസമേകുന്ന വാക്കുകളാണ്. പ്രധാനമായിട്ടും ആര്യ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഇതൊരു സ്വപ്ന ബജറ്റല്ല, മറിച്ച് ഇതൊരു ജനപ്രിയ ബജറ്റ് എന്നതിനുമൊക്കെ അപരം ഇതൊരു പ്രായോഗിക ബജറ്റാണ് എന്നുള്ള നിലപാടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സമ്പൂർണ്ണ ബജറ്റിനകത്ത് സ്വപ്ന പദ്ധതികൾ മാത്രം പറയുകയും ജനങ്ങൾക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തുകയും നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല. പ്രായോഗികമായിട്ടുള്ള ഒരു ബജറ്റ് നടപ്പാക്കുന്നു എന്നുള്ള അവകാശവാദമാണ് പ്രധാനമായും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യം സമയമെടുത്തിട്ടുള്ള ഒരു ബജറ്റ് അവതരണം കൂടിയായിരുന്നു ഇന്ന് നടന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരിക്കലും ഈ ബജറ്റിനകത്ത് പ്രായോഗികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇല്ല എന്നും ഇത് നടപ്പാക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ളതല്ല, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ബജറ്റാണെന്ന് പറയുന്നു. എങ്കിലും ഈ ബജറ്റിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ആകത്തുക എന്താണ് ഈ ബജറ്റ്? അടിസ്ഥാന വർഗത്തെ പരാമർശിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു ബജറ്റ് എന്ന് ഇതിനെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. സാധാരണ ഓട്ടോ തൊഴിലാളികൾക്കുള്ള ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലെയുള്ളവർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയിട്ടുള്ളവർക്ക് വളരെയധികം പ്രയോജനം തരുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വയോജന. മാർഷൽ, ഇത്രയും കാലം ആശാ ജീവനക്കാരുടെ ശമ്പളം കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. അത്തരമൊരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമായി മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓണറേറിയം എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് മുമ്പ് വെച്ചിരുന്നത്. ആശാവർക്കർമാരുടെ ആ സമരം എന്നതിനപ്പുറത്തേക്ക് എല്ലാ വർഷവും ഇടത് സർക്കാരിൻ്റെ കഴിഞ്ഞ 9 ബജറ്റുകളിലും ആശാവർക്കർമാർക്ക് കാര്യാനുസൃതമായിട്ട് തുക വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുമാത്രം ഇപ്പോൾ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷെ അതുണ്ടായില്ല. പക്ഷെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇന്നതാ റെയിൽ വരും, കേട്ടോ, അത് വെറും വാക്കല്ല, അത് ഞങ്ങളുടെ സ്വപ്നമാണ്, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് കൂടി പറയുകയാണ് മന്ത്രി. തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി കൂടി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം RRTSന്റെ ഒരു പദ്ധതി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് റെയിൽ പദ്ധതി ഞങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള സൂചന ബജറ്റിൽ അദ്ദേഹം ആവർത്തിക്കുന്നത്. കഴിഞ്ഞ 8 ബജറ്റുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റെയിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള തുക മാറ്റിയിരുത്തുന്നതും റെയിൽവേ അതിന് അനുമതി തരുന്നതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഭൗതിക സാഹചര്യ വികസനങ്ങളിലേക്ക് ഒരു ബജറ്റ് എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽ ഒരു വശത്ത് നിൽക്കുന്നു, RRTSന് തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബജറ്റിൽ. ഒപ്പം MC റോഡ് ഉൾപ്പെടെയുള്ളവ 24 മീറ്ററായിട്ട് അതിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് വകയിരുത്തുന്നു. MC റോഡിൽ തന്നെ പ്രധാന മേഖലകൾ. സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.